ഇൻസ്റ്റാ ഹീറോ, ഹിറ്റ് മേക്കർ, പാൻ ഇന്ത്യൻ, ഹിറ്റ്സ് ഫിലിം ഓൺലി. പിന്നെന്താണ് ടീച്ചർ കണ്ട സമയത്തെ ഇത് നമ്മുടെ ധ്യാൻ ചേട്ടൻ തന്നെയാണോ? അതെന്ത് ഒരേ ലുക്കിലല്ലേ എല്ലാ പടത്തിലും, പിന്നെന്ത് വ്യത്യാസം? ചെറിയൊരു ചേഞ്ച് ഇട്ടിട്ടുണ്ട് ഞാൻ. കുറിയാണോ? ചേഞ്ച് വേണത്ര ചേഞ്ച്. അപ്പൊ വന്ന് ഇൻട്രൊഡ്യൂസിംഗ് ധ്യാൻ ശ്രീനിവാസൻ 2.0. ഇനി 3.2, 4.2, 5.2, അവസാനം ഒരു ഓ. അങ്ങക്ക് സത്യം പറഞ്ഞ ധ്യാൻ ചേട്ടനാണല്ലോ എതിരാളി. പിന്നെ യൂട്യൂബിൽ നമ്മളെക്കായി വീഡിയോസ് പുള്ളിയുടെ സിനിമകളാണ് വരുന്നത്. വീഡിയോസ് ധ്യാൻ ചേട്ടനെ കുറിച്ച് നമ്മൾ അറിയാത്ത രഹസ്യങ്ങൾ പുറത്ത് പറയും അടുത്ത്. കേരള പോലീസ് പിടിക്കുമ്പോൾ ശരിക്കും അങ്ങനെ ഒരു പേടിയുണ്ടോ? അങ്ങനെ പേടിയില്ല. ഞാൻ ഇറന്ന് വാങ്ങിക്കുന്ന സിഗരറ്റ് അല്ലാണ്ട് സ്വന്തമായിട്ട് എനിക്ക് എന്തായാലും ഒന്നുമില്ല. കൂട്ടിയിട്ട് കത്തിക്കുന്ന ആളാ. ഇവര് ഷൂട്ടിന്റെ സൈഡിൽ സിഗരറ്റ് വലിച്ചിരിപ്പുണ്ടാവും. ഇവന്മാര് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം. അവസാനം എന്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് തീർന്നാൽ ഞാൻ സിഗരറ്റ് എന്ന് ചോദിച്ചാൽ ഇവൻ അവിടെ നിന്ന് കിട്ടും, ഞാൻ പിടിക്കണം. ആരോഗ്യത്തിന് പക്ഷെ ഇവൻ സിനിമയിൽ വന്നതിന് ശേഷം ഫാൻസ് കുറയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ധ്യാൻ ചേട്ടന്റെ പടത്തിലാന്ന് അറിഞ്ഞതിന് ശേഷം. അല്ല, പൊതുവെ ഇപ്പൊ നാട്ടിൽ ആർക്കും തന്നെ സിനിമാക്കാരോട് വലിയ മതിപ്പൊന്നുമില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല അല്ലേ? പ്രത്യേകിച്ച് ഒത്തിരി പേര് ഇതുപോലൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇതുപോലെ ഇതുപോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നത് ഇവൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇത്ര സൈലന്റ് ആണോ? അല്ല, ഇവൻ കാര്യമുള്ള കാര്യം പറയുള്ളൂ. ഇവൻ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ധ്യാൻ ചേട്ടന്റെ പാത പിന്തുടർന്ന് പോകുന്ന ഒരു വ്യക്തിയാണ്. ഇവൻ ശ്രീനിവാസ്. ഇത് ശ്രീനിവാസ്. ഇവിടെ നിന്നൊക്കെ കുറച്ച് പേയ്മെന്റ് ഒക്കെ കിട്ടാനുണ്ട്. ഞാൻ ഒരുത്തിനെ വിളിച്ചിട്ട് ഇത് ഏതാണ് പടത്തിന്റെ കിട്ടാനാണെന്ന് വെച്ചിട്ട് ഒരുത്തിനെ വിളിച്ച് ഞാൻ എടാ എന്താണ് പരിപാടി, പടം ഡബ് ചെയ്യണ്ടേ, ബാക്കി പൈസയൊക്കെ സെറ്റിൽ ചെയ്യണം. ചേട്ടാ ഡബും ചെയ്ത് ചേട്ടൻ പൈസ സെറ്റിൽ ചെയ്തിട്ട് പോയല്ലോ. ഓ സോറി ആള് പറയും പടം ഹിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചേട്ടാ വൈകുന്നേരം നമ്മൾ ഏറ്റെടുക്കും. അതല്ല ധ്യാൻ ചേട്ടൻ നമുക്ക് കൊടുക്കുക. പിന്നെ വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ സമയത്ത് 2-3 തമിഴ്ന്ന് എനിക്ക് 2-3 ഓഫർ വന്നു. അവര് ചെറുനാളൊക്കെ ഇറങ്ങി വരുമ്പോഴേ അവര് കാണുന്ന ഈ മനുഷ്യ ആരാണ് ഈ പോസ്റ്റർ, അങ്ങനെ അവരോട് എന്നോട് ഒരാളെ ചോദിച്ചു അവളോ പടം ഉങ്ങളോട് എല്ലാ പടം ഹിറ്റാ ചോദിച്ചു. ഞാൻ പറഞ്ഞ ഹിറ്റ്. അവര് പോസ്റ്റർ കണ്ടിട്ട് ചോദിക്കുന്നത് ഈ ഒരു നടൻ മാത്രമേ ഉള്ളൂ കേരളത്തിലെ സിനിമയിൽ. അതാണ് അവരുടെ ഡൗട്ട്. തമിഴ്നാട്ടിൽ പോയിട്ട് ഹിറ്റുകൾ കൊടുക്കാൻ വേണ്ടി പോവാ. അവനറിയാതെ ഉത്തരം. ഇതിൽ കോമഡി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ കോമഡി ഒന്നും പടത്തിലല്ലോ കേട്ടോ. കുറെ പേര് വർഷം കഴിച്ച ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഈ കോമഡി ഒന്നും പടത്തിലില്ലടാ എന്ന് പറഞ്ഞു. നമ്മുടെ കട്ടള തടിയല്ലല്ലോ, സ്റ്റീലല്ലേ? സ്റ്റീലോ? പെട്ര കട്ടളയോട് കൂടിയ സ്റ്റീൽ ഡോസ്, തടിയേക്കാൾ മികച്ചത്. ഇനി തടി കണ്ടെത്താനും തച്ചനെ തിരയാനും മെനക്കെടണ്ട. ഈടും ഉറപ്പും ഭംഗിയുള്ള പെട്ര വീടിന് നൽകും തടിയെ വെല്ലുന്ന തലയെടുപ്പ്. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം. ഹായ് ഹലോ നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് 1 2 6 പേരാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. എനിക്കിപ്പോ ഇവിടെ വരുമ്പോഴേ നിങ്ങളുടെ മുഖം കാണുമ്പോൾ എവിടുന്ന കൗണ്ടേഴ്സ് വരുന്ന അറിയില്ല. അത്രയും 6 പേരാണ് ഇവിടെ വന്നിട്ടുള്ളത്. കൂടുതലും ഡോക്ടർ ജോണി രത്നായിരിക്കും. ശരിക്കും പറഞ്ഞ ഈ കൊറോണ സമയത്ത് ശ്രീചേട്ടൻ വിശന്നിരുന്ന് ധ്യാൻ ചേട്ടന്റെ ബിരിയാണി കഴിക്കാൻ പോലെ വെയിറ്റ് ചെയ്തിരുന്നില്ലേ? ആ ഫീലാണ് സത്യം പറയാൻ എനിക്ക് നിങ്ങളെ കാണുമ്പോൾ തോന്നുന്നത്. ആര് ബിരിയാണി കഴിക്കാൻ ധ്യാൻ ചേട്ടൻ നന്നായിട്ട് കുക്ക് ചെയ്യും. ഇപ്പൊ എനിക്കൊന്ന് ഇന്റർവ്യൂവിനെ കാട്ടും കുക്ക് ചെയ്യുന്ന ആളുകൾക്ക് ബിരിയാണിയും ചെമ്പുമായിട്ട് അവിടെ ആൾക്കാർ ഇപ്പോഴും നിൽക്കാണ്. ഇവൻ അന്ന് പാടത്തുനിന്ന് പറഞ്ഞാണ് ഷൂട്ടില് ബിരിയാണി ഞാൻ വെക്കാൻ ആളെ വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞതാ. പിന്നെ കണ്ടിട്ടില്ല ബിരിയാണി. തലശ്ശേരി ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഇവർക്ക് ആക്കി കൊടുക്കായിരുന്നു. അത് ഞങ്ങൾ ഇതിന്റെ സക്സസിന് ബിരിയാണി ധ്യാൻ ഉണ്ടാക്കും. ഈ പടത്തിന്റെ സക്സസ് പരിപാടിക്ക് അതെ ധ്യാൻ ചേട്ടൻ പെട്ടിരിക്കുന്ന പോലെ. ഉറപ്പാണോ സക്സസ് ആവില്ല? ടീച്ചർ കണ്ട സമയത്തെ ഇത് നമ്മുടെ ധ്യാൻ ചേട്ടൻ തന്നെയാണോ? അതെന്ത് ഒരേ ലുക്കിലല്ലേ എല്ലാ പടത്തിലും, പിന്നെന്ത് വ്യത്യാസം? ചേഞ്ച് തോന്നാൻ മാത്രം. ചെറിയൊരു ചേഞ്ച് ഇട്ടിട്ടുണ്ട് ഞാൻ. സുഭാഷ് ശ്രദ്ധിച്ചറിയാം. കുറിയാണോ? ചേഞ്ച് വേണത്ര ചേഞ്ച്. അപ്പൊ വന്ന് അമ്മ എന്നോട് പറഞ്ഞു ചേട്ടാ എന്തെങ്കിലും ഒരു ചേഞ്ച് സാധനം കെടുത്ത് സാധനം വിട്ടിട്ടുണ്ട്. അതെ പരിപാടി വിട്ടിട്ടുണ്ട്. അത് ഈ പോസ്റ്റർ കാണാൻ മനസ്സിലാവും. ബാക്കിയുള്ളവർക്കൊക്കെ ഇപ്പൊ കാണുന്ന ഒരു ഫേസ് ഇല്ല, ഭയങ്കര മേക്ക് ഓവർ ആണ് എല്ലാവർക്കും. അതെ ശരിയാ.
അല്ല വേറെ പടമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങക്ക് വേറെ പടമൊന്നുമില്ല. മറ്റേ ഇവിടുന്ന് അടുത്ത സെറ്റുകളിൽ നിന്ന് സെറ്റുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ. ഭയങ്കര ചേഞ്ച് ആയി പോയിട്ടോ. പക്ഷെ ഇപ്പൊ സിജയുടെ വരുമ്പോഴേ ഒരു പാൻ ഇന്ത്യ സൂപ്പർ സ്റ്റാർ ഒക്കെ വന്നിരിക്കുന്ന പോലെ feel ചെയ്യണം. ഏതാ? ഒരു പാൻ ഇന്ത്യ സൂപ്പർ സ്റ്റാർ ഒക്കെ വന്നിരിക്കുന്നു. അത് ഇരിക്കുന്ന പോലെയല്ലേ ഉള്ളൂ, ഇരിക്കുന്നല്ല. ഏയ് മറ്റേ 19ാം നൂറ്റാണ്ട് തെലുങ്കിൽ റിലീസ് അറിഞ്ഞ ഞങ്ങള് അറിഞ്ഞ യൂട്യൂബില് ആരും അറിഞ്ഞില്ല. അതാ പറഞ്ഞ അറിഞ്ഞാ അറിഞ്ഞില്ല. നീ അറിഞ്ഞില്ല. ആരൊക്കെ പറഞ്ഞ ആരും അറിഞ്ഞില്ല. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പറയണ്ടാവും. കണ്ണൂർ സ്ക്വാഡ് അറിഞ്ഞല്ലോ ഇംഗ്ലീഷില് ഹോളിവുഡില്. പാൻ ഇന്ത്യൻ സ്റ്റാർ, പാൻ ഇന്ത്യൻ റൈറ്റർ ആണ് ഇരിക്കുന്നത്. അത് പറ എടുത്ത് പറ അല്ലേ അറിഞ്ഞ. ഈ ടീച്ചറില് ഇപ്പം നമ്മള് ഡിറ്റക്റ്റീവ് എന്നൊക്കെ പറയുന്ന സമയത്ത് ശ്രീനിച്ചേട്ടന്റെ പടങ്ങളാണ് നമുക്ക് ഓർമ്മ വരിക. നമ്മളെ അക്കരെ അക്കരയും സിനിമയും നമുക്ക് എല്ലാവരും മനസ്സിൽ എപ്പോഴും ഓർത്തിരിക്കുന്നതാണ്. അപ്പൊ ഈ കഥാപാത്രം ചെയ്യുമ്പോൾ അച്ഛന്റെ എന്തെങ്കിലും മാനറിസം ട്രൈ ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും ചേർന്നോ? ഞാൻ ലാൽ സാറിന്റെ കുറച്ച് സാധനങ്ങൾ പിടിച്ചിട്ടുണ്ട്. അച്ഛന്റെ പിടിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലാലേട്ടന്റെ ചില മാനറിസംസ് പിടിച്ചിട്ടുണ്ട് ഈ സിനിമ. ഒലക്കെ പിടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മള് ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ ഒരു സിനിമയാണെന്ന് തോന്നുന്നു. അത് ടീച്ചറിൽ കാണുമ്പോൾ ആസിഫിക്ക് ഉണ്ടോ ഈ സിനിമയില്? ഈ മുഖംമൂടി അല്ലേ? മുഖംമൂടി സെയിം അല്ലേ? അതെ അതെ അതെ. ഒന്നും പറയാൻ പറ്റില്ല. ആര് വേണമെങ്കിലും ആവും. ഞങ്ങളും സെർച്ചിലാണ് അതിനകത്ത് ആരാന്ന്. സർപ്രൈസ് സിനിമ കണ്ടുമ്പോഴേ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. സിനിമ കഴിയുമ്പോ എല്ലാരും ഇവൻ ധ്യാനാണ് അത് രണ്ടും ചെയ്യുന്നത്. രണ്ട് ധ്യാൻ ചേട്ടനുണ്ടോ? അതൊക്കെ സസ്പെൻസ് അല്ലേ? അതെ. സസ്പെൻസ് ആണ്. എങ്കിലും എന്താണ് സിനിമ പ്രേക്ഷകർക്ക് നൽകാൻ വേണ്ടി പോകുന്നത്? ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ടീച്ചർ കണ്ടപ്പം ധ്യാൻ ചേട്ടന്റെ ഒരു അടിപൊളി പടം തിയേറ്ററിൽ വരാൻ വേണ്ടി എന്റെ മാത്രം പടമായിട്ട് ഇതിനെ കണക്കാക്കരുത്. അല്ലെങ്കിൽ പിന്നെ ധ്യാൻ ചേട്ടന്റെ മാത്രം പടം മെയിൻ റോള് ചെയ്യുന്ന ധ്യാൻ ചേട്ടൻ നായകൻ. അല്ല അവനൊക്കെ ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ പടം ഹിറ്റ് ആണെന്നുണ്ടെങ്കിൽ ചേട്ടാ വൈകുന്നേരം നമ്മൾ ഏറ്റെടുക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ധ്യാൻ ചേട്ടനാണ് കൊടുക്കുക. അതിന് സ്ഥിരമായിട്ട് അങ്ങനെ തന്നെയാണ് വരുന്നത്. അതെ, അത് സ്വാഭാവികമായിട്ട് എനിക്ക് പിന്നെ ഒരു വ്യത്യാസം കേട്ടോ. ധ്യാൻ 2.0 നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കണം. അത് ശ്രദ്ധിച്ചാണ്. ഇൻട്രൊഡ്യൂസിങ് ധ്യാൻ ശ്രീനിവാസൻ 2.0. ഇനി 3.0, 4.0, 5.0, അവസാനം ഒരു ഓ എല്ലാം കഴിഞ്ഞൊരു തിരിച്ചൊരു വരവുണ്ട്. ഓ ധ്യാൻചേട്ടൻ ശരിക്കും സെറ്റില്. ഇപ്പൊ നമ്മൾ സംസാരിക്കുമ്പോ വേണമെങ്കിൽ നമുക്ക് കുറച്ച് തള്ളി മറിച്ചിട്ടൊക്കെ സംസാരിക്കാമല്ലോ, സെൽഫ് ബൂസ്റ്റിങ്ങിന്റെ പരമായിട്ട്. അങ്ങനെ ഒരു തള്ളിമറിക്കൽ ഞാൻ ഇങ്ങനെ തന്നെ മതി, അങ്ങനെയാണോ? എനിക്ക് ഇവരെ പോലെ എനിക്ക് സക്സസ് ഇല്ലല്ലോ. ഇവര് സക്സസ്ഫുൾ ഇൻസ്റ്റാഗ്രാം സൂപ്പർ ഹിറ്റ് പടങ്ങളില് നമ്മള് ഒന്നും ഇല്ലാണ്ട് വരുന്ന. അപ്പൊ എനിക്ക് അവിടെ ഇവരവിടെ നിൽക്കുമ്പോ നമുക്കാണ് ടെൻഷൻ. ഇന്നലെ ചേട്ടൻ്റെ ഒപ്പമായിരുന്നു. ഇന്നലെ ചേട്ടൻ്റെ ഒപ്പമായിരുന്നു. ഭയങ്കര കണ്ടിട്ടുണ്ട്. കൗണ്ടർ എന്ന് പറഞ്ഞുണ്ടല്ലോ. ഞാൻ പറയാം, ഹിറ്റ് സിനിമ എഴുതി വരുന്നൊരു നായകൻ. ഇൻസ്റ്റയില് റീലുകളിലും ലൈക്കുകളിലും ഫോളോവേഴ്സ്, സൂപ്പർ ഹിറ്റ് മാത്രം നോക്കി കണ്ട് ചെയ്യുന്ന ഒരു അച്ഛൻ. ഇതിനിടയിൽ നമ്മൾ എന്താണ് ഇവരെല്ലാം കൂട്ടുപിടിച്ചിട്ട് വന്നേക്കാണ് ഇപ്രാവശ്യം ഹിറ്റ് അടിക്കാനായിട്ട്. എല്ലാവരുടെ കൂടി ഞാൻ അടിപ്പിക്കും. എന്നെ രക്ഷിക്കാൻ വേണ്ടി വന്ന ആൾക്കാരാണ് ഇവരൊക്കെ. എല്ലാവരും നക്ഷത്രം നോക്കി എന്നോട് ചോദിച്ചു, ചേട്ടാ ഇവിടെ മകൻ എന്നാണ് ഞാൻ അറിഞ്ഞ മകൻ എന്റെ വിശാഖം ഗണിച്ചുണ്ടാക്കിയ സിനിമയാണ്. ടീമിനെ ഇറക്കിയില്ലേ? ഇത് പാടില്ല, ചിന്തിക്കലും വേണ്ട. വൈകുന്നേരം ടീച്ചറും പോസ്റ്ററൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്, നിങ്ങളുടെ കോൺഫിഡന്റ് മുഖത്തിൽ കാണുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. എന്റെ എല്ലാ പടത്തിലും ഞാൻ ഒരു കോൺഫിഡൻസ് കാണിക്കാറ്. ഒരു കാര്യം ഇല്ലെങ്കിൽ ഞാൻ മുഖത്ത് കോൺഫിഡൻസ്. ഇവരൊക്കെ ഓൾറെഡി നമുക്ക് ഈ സിനിമ ഫീൽഡിലാണ്ട് അറിയാം. നിങ്ങളുടെ രണ്ടുപേരും അറിയാൻ വഴിയില്ല. ഇല്ല, ഞങ്ങൾക്ക് സത്യം പറഞ്ഞ ധ്യാൻ ചേട്ടനാണല്ലോ എതിരാളി. പിന്നെ യൂട്യൂബിൽ നമ്മളെക്കായി വീഡിയോസ് പുള്ളിയുടെ സിനിമകളാണ് വരുന്നത്. നമ്മളെ വീഡിയോസ് കൂടുതൽ പുള്ളിയുടെ സിനിമകൾ ഇറങ്ങുന്നത്. അത്ര ബഹുമാനമൊന്നും ഉണ്ടായിരുന്നില്ല. പേടിയായിരുന്നു ധ്യാൻ ചേട്ടനെ കാണാൻ. പിന്നെ ആദ്യത്തെ ദിവസം പേടിയായിരുന്നു. താടിക്ക് തട്ടാത്ത ഒരു ദിവസം പോലും ഞാൻ കണ്ടിട്ടില്ല ധ്യാന്റെ.
എങ്കിലും ഈ സൂപ്പർ നമ്മുടെ കൂടെ നമുക്ക് സിനിമയിൽ വരണമെന്ന് ആഗ്രഹം കൊണ്ട് തന്നെയാണ് എന്തെങ്കിലും ഇൻസ്റ്റഗ്രാമിൽ വീഡിയോസ് ഒക്കെ ചെയ്യണേ. നമ്മുടെ ഒരു ആഗ്രഹം അത് സാധിക്കാൻ വേണ്ടി പോകുന്നു, അത് ഇത്രയും സീനിയർ ആയിട്ടുള്ള ആളുകളുടെ കൂടെ. അതെങ്ങനെ ഉണ്ടായിരുന്നു? അതിന്റെ ഒരു ബഹുമാനവും വിലയും ഞങ്ങൾ കിട്ടിയിട്ടില്ല. ഞങ്ങൾക്ക് തന്നെ തോന്നി ഞങ്ങളാണോ സീനിയർ ജൂനിയർ ആണോ എന്ന് ചെറിയൊരു ഡൗട്ട് തോന്നിയിട്ടുണ്ട് ആ സമയത്ത്. ഇവന്മാർ അവിടെ നിന്ന് സിഗരറ്റ് വിളിച്ചിട്ട് അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ചെന്ന് പരിചയപ്പെടേണ്ട അവസ്ഥയായിരുന്നു അല്ലേ നമുക്ക് പലപ്പോഴും. നമ്മൾ പുറകെ നടക്കായിരുന്നു, അതെ, ഞങ്ങളൊന്ന് മൈൻഡ് ചെയ്യും, ഞങ്ങളൊന്ന് മൈൻഡ് ചെയ്യും. പുള്ളി അത്രയും ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നുണ്ട് ഇല്ലേ അവനെ ഇങ്ങനെ താരം ചെയ്തു. ചാടുന്നില്ല. ഇല്ല ഇല്ല, സിംപ്ലിസിറ്റി Simplicity അതേ മുണ്ട്. അതേ മുണ്ട് ഷർട്ട് മാത്രമേ മാറ്റത്തുള്ളൂ. ആണോ സിംപ്ലിസിറ്റി? ശരിക്കും ഉജ്ജ്വലൻ ശരിക്കും റിയൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ട്? ഇപ്പൊ ഞാനൊരു ഡിറ്റക്റ്റീവ് ആണ്, എന്റെ വീട്ടിൽ ഇപ്പൊ അമ്മ ഒരു ഫുഡ് തരാണെങ്കിൽ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അതിൽ കറക്റ്റ് അളവുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. നിങ്ങളുടെ ലൈഫിൽ ശരിക്കും നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങൾ ഡിറ്റക്റ്റീവ് ആയിട്ട് അവിടെ തുടങ്ങിയോ? തുടങ്ങിയോ? അവിടെ ഇപ്പൊ ഒരു ഡിറ്റക്റ്റീവ് ആണ്. എങ്ങനെയാണെന്ന് അറിയാമോ? ഫോണിലൂടെയാ. നീ എവിടെ, അവളെവിടെ, ആ രീതിയിൽ ഡിറ്റക്റ്റീവ് ആണ്. അപ്പൊ അവര് പറയും ഇന്ന സ്ഥലത്താന്ന് പറയും, അപ്പൊ തന്നെ ഇവൻ അന്വേഷിച്ച് കണ്ടുപിടിക്കും. ആ ചോദ്യം മിസ്സായത് അങ്ങനെയുള്ള നോട്ടത്തിലാണ്. ഫുൾ ടൈം ഫോണിലെ ഡിറ്റക്റ്റീവ് ആണ് അവൻ. നമുക്ക് കുറെ എഡിറ്റിങ്ങും പരിപാടിയൊക്കെ ഉണ്ട് ഫുൾ ടൈം ഫോൺ. അല്ല പുള്ളി വിചാരിക്കുന്ന കണക്ക് പുള്ളിയെ പോലല്ല ബിസി. മൾട്ടി ടാലന്റ് ആയിട്ട് ഒരാളാ, എന്തൊക്കെ ചെയ്യും. ഇനിയിപ്പോ വേണമെങ്കിൽ റീല് ചെയ്യും. ഇല്ല ഞങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് പടം നിർത്തുക, ഇനി റീലിലോട്ട് വരും. കാരണം ഇവന്മാരൊക്കെ ഇതിലോട്ട് വന്നല്ലേ, ഇനി ഞാൻ തിരിച്ച് റീലിലോട്ട് ഇത് എന്തായാലും ഫീൽഡൗട്ട് ആവില്ല, അപ്പൊ പിന്നെ പുള്ളിയായിട്ടൊക്കെ ഇറങ്ങി കൊടുക്കാന്ന് വെച്ച്. പിന്നെ സത്യം പറഞ്ഞ സാമ്പത്തികം നോക്കുമ്പോ സിനിമേനേക്കാളും പൈസ ഇതിനകത്ത് റീലിന് അല്ലേ? ആണോ? ആ, പക്ഷെ റീലിലൊന്നും കിട്ടുന്നില്ല എന്നാണ്. സ്വന്തം കാറിൽ വന്ന് വരും. ഞാൻ പറയുന്നത് സ്വന്തം കാറിൽ സ്വന്തം ചെലവിലാണ്. നമ്മളൊക്കെ പ്രൊഡക്ഷൻ വണ്ടിയിൽ വരുമ്പോ അവന്മാർ സ്വന്തം കാറിലാണ് വരുക. ലേറ്റ് ആയിട്ടേ വരൂ. എല്ലാരും അടുത്ത പടം കാസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, വൈകിയേ വരും. അതെന്തുകൊണ്ടാണ് വൈകരുത്? നമ്മളടുത്ത് 10 മണി പറയും, ഡാൻചേട്ടൻ 11 വരും. നമ്മൾ 1.5 മണിക്കൂർ അവിടെ ഇരുന്ന് പോസ്റ്റ്. ഫസ്റ്റ് ദിവസം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോ പരിപാടി മനസ്സിലായി. ഇപ്പൊ 9 മണി എന്ന് പറഞ്ഞാൽ ഇവന്മാര് 10 മണിക്ക്, 9 മണി ഞാൻ 10 മണിക്കേ വരുള്ളൂ. കാരണം എനിക്കറിയാം കുറച്ച് ചിലപ്പോൾ ലേറ്റ് ആവുന്ന സാധനം. ഇവ അപ്പോഴും 11 മണിക്ക് വരും. ഇവനോട് പറയാം, ഇതിനാണ് നേരത്തെ വന്നത്, 11 മണിയാകുമ്പോൾ തുടങ്ങുള്ളൂ. ഇത്ര പെട്ടെന്ന് എല്ലാം പഠിച്ചെടുത്തില്ലേ? ആ ഇവിടെ എന്ത് നേരത്തെ വരും, നേരത്തെ വരും. നമ്മള് പ്രൊഡക്ഷൻ വണ്ടി നമ്മള് സ്വന്തം വണ്ടിയല്ല പറഞ്ഞത്. ഡിറ്റക്റ്റീവ് ചോദ്യമാണോ? അവിടെ നിൽക്കുകയാണോ? അത് കിട്ടില്ല ഇതുവരെ. ഇല്ല, അതെന്തായാലും അറിയണം. ഇതിനുണ്ട് കണ്ണൂർ കോൺവെന്റ് കുറെ മറ്റേ റീഡിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ അനുബന്ധപ്പെട്ട കുറെ സ്ക്രിപ്റ്റ് വർക്കിന് വേണ്ടിയിട്ട്. അല്ല ഡിറ്റക്റ്റീവ് വേണ്ട കാര്യമില്ലല്ലോ. തിരിച്ചേട്ടെ സുഹൃത്തുക്കളുടെ കൂടെ ഒക്കെ ഉള്ള എന്താണ് പരിപാടി എന്നൊക്കെ അന്വേഷിക്കണം, അങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടോ. അല്ലാതെ ഭീകരമായിട്ടുള്ള ഡിറ്റക്റ്റീവ് പരിപാടികളൊന്നുമില്ല. എന്ത് എന്നുവെച്ചാ ഡിറ്റക്റ്റീവ് അന്വേഷിച്ച് ജീവിതത്തിൽ അങ്ങനെ ജീവിതത്തിൽ എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടോ? സീരിയസ് ആയിട്ടൊന്നും പോണ്ട, നമ്മൾ കേസൊന്നും തപ്പി പിടിക്കാൻ വേണ്ടി പോണ്ട. അങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, കുറെ പേരെയൊക്കെ അന്വേഷിച്ച് പോവാറുണ്ട്. എന്നാലും ഏതൊക്കെ പടം ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പുള്ളി ഇപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കുക. ഇത്രയും പടങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ഈ ക്യാരക്ടർ മാറി പോവാ, അങ്ങനെ പ്രശ്നം ഉണ്ടാവും. എല്ലാം ഒന്നല്ലേ, കുറി മാറ്റുന്നു, കുത്തിടുന്നു. ചെറിയ ചേഞ്ചസ് അല്ല. പക്ഷെ എനിക്ക് ഇപ്പൊ അടുത്ത് പറ്റിയൊരു സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഇടക്കെന്ന് വെച്ചാൽ 2 ആഴ്ച വീട്ടിലിരുന്നായിരുന്നു. ഇരുന്നല്ല, ഒരു ബ്രേക്ക് എടുത്തപ്പോ എനിക്ക് വീട്ടിൽ ഇങ്ങനെ ഇരുന്നിരുന്നതായി. അപ്പോൾ കുറച്ച് എവിടെ നിന്നൊക്കെ കുറച്ച് പേയ്മെന്റ് ഒക്കെ കിട്ടാനുണ്ട്. അപ്പൊ ഞാൻ ഒരുത്തിനെ വിളിച്ചിട്ട്, ഇത് ഏതാണ് പടത്തിന്റെ കിട്ടാനുള്ളത് വെച്ചിട്ട് ഒരുത്തിനെ വിളിച്ചപ്പോ ഇങ്ങനെ ഫുൾ മൈൻഡിൽ ഇങ്ങനെ അന്വേഷിച്ച് ഇതേതൊക്കെയാണ് കിട്ടാൻ. ഒരുത്തിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, എടാ എന്താണ് പരിപാടി, പടം ഡബ് ചെയ്യണ്ടേ, ബാക്കി പൈസയൊക്കെ സെറ്റിൽ ചെയ്യണം. ചേട്ടാ ഡബും ചെയ്ത് ചേട്ടൻ പൈസ സെറ്റിൽ ചെയ്തിട്ട് പോയല്ലോ. ഓ സോറി ആള് പറയും. അങ്ങനെ ചിലതൊക്കെ വീട് വെച്ച് അന്വേഷിച്ച് പോയതൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഡബ്ബൊക്കെ ചെയ്ത് ഇറങ്ങി പോയിട്ടുണ്ട്, അറിഞ്ഞിട്ടില്ല പലതും. ഒത്തിരി പേര് ഇതുപോലൊക്കെ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതുപോലെ ഇതുപോലെ ആവണം എന്ന് ആഗ്രഹിക്കുന്നത് ഇവന് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ഡാൻചേട്ടന്റെ പാദം. കാരണം ഇത്രയും പടമല്ലേ ഇപ്പോഴും നിക്കുന്നില്ലേ, എങ്ങനെയാന്ന് ആർക്കും അറിയില്ല. ഒബ്സർവ് ചെയ്യാറുണ്ടോ? പിടിച്ച് ഞാൻ എവിടെയാണ് പിടിച്ചതെന്ന് അറിയാമോ? കൊക്ക ഇങ്ങനെ, ഒരു കൊക്കന്റെ അടിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കൂലേ പിടിച്ചു നിൽക്കുന്ന വെച്ചാൽ ജസ്റ്റ് വീണം തീർന്ന് അങ്ങനെ പിടിച്ചു നിൽക്കുക. ഇതുപോലെ ഒത്തിരി സിനിമകള്
ഇപ്പൊ സിനിമയിൽ ഇത്രയും പോലെ ആക്റ്റീവ് ആവണമെന്ന് ആഗ്രഹിച്ച് ഇപ്പൊ പോകുന്നൊരു കാലഘട്ടം ഉണ്ടല്ലോ, ഭയങ്കര തിരക്കാണ്. ആ സമയത്ത് ഷോ കാര്യമെങ്കിലും സിനിമയിൽ സജീവമാവണമെന്ന് വിചാരിച്ചൊരു കാലഘട്ടം. ഇപ്പൊ എനിക്ക് ധ്യാൻ ചേട്ടനെ പോലെ തന്നെ ഭയങ്കര തിരക്ക് പിടിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇതേപോലെ സമയം അല്ല വ്യത്യാസമുണ്ട്. ഇത് ഹിറ്റ് ഇത് ഹിറ്റ്സ് മാത്രം ഗണിച്ച് ഇതേപോലെ ഇത് ഹിറ്റ് ഒരു കൊല്ലം 3 ഹിറ്റും പിന്നെ ഇടയ്ക്ക് EMI പടവും EMI പടങ്ങളും അല്ലേ. EMI എന്നാലും കുറവാ. EMI കുറവോ? EMI ആണ് കൂടുതൽ. ശരിക്കും അതിന്റെ ഇതേപോലെ തന്നെ ഗണിച്ച് കണ്ടുപിടിക്കാൻ അങ്ങനൊന്നുമില്ല. ഇത് എന്താ പറയാ, നമ്മൾ 10-30 കൊല്ലം സിനിമയിലുണ്ടായിരുന്ന ആളല്ലേ. 30 കൊല്ലമായിട്ട് ഈ സിനിമയിലുണ്ട്. ആ സിനിമയിലുണ്ടായിട്ട് ഇപ്പോൾ 2000 റോഷാക്ക് കഴിഞ്ഞപ്പോഴായിരിക്കാം നമുക്ക് പറ്റുന്ന കുറച്ച് വേഷങ്ങളിലേക്ക് നമ്മൾ ആലോചിച്ച് തുടങ്ങിയത് തന്നെ. ദൈവാനുഗ്രഹം കൊണ്ട് ആ പടങ്ങളൊക്കെ നന്നായി ഓടുന്നുണ്ട്. അതിൻ്റെ ഒരു ക്രെഡിറ്റ് കൂടെ നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അതുപോലെ ഇവിടെ എന്ത് പറയുന്നു, നിഹാൽ ഭയങ്കര ഇത്ര സൈലന്റ് ആണോ? നമ്മള് സ്ക്രീനിലും ഈ വീഡിയോസിൽ കാണുമ്പോ ഇങ്ങനെ പാവം പിടിച്ചിട്ട് ഇവനപേക്ഷിച്ച് വലിയ കുഴപ്പമില്ല. അടുത്തിരുത്താത്തോണ്ടാണോ നിങ്ങളെ രണ്ടുപേരും? അല്ല, ഇവൻ കാര്യമുള്ള കാര്യം പറയുള്ളൂ. ഇവൻ വെറുതെ എന്തെങ്കിലുമൊക്കെ പറയും. ഞാൻ പറഞ്ഞില്ല, ഞാൻ ധ്യാൻ ചേട്ടന്റെ പാത പിന്തുടർന്ന് പോകുന്ന ഒരു വ്യക്തിയാണ്. കേട്ടോ, വെറുതെ പറയാന്ന്. ഇവൻ വിജയ് ശ്രീനിവാസൻ. ഇവൻ ബുദ്ധി കൊണ്ട് ഇത് ശ്രീനിവാസ് മറ്റേ കൗണ്ടർ പറയണോ? എന്തെങ്കിലും പറയും. ഇപ്പൊ ഡിറ്റക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഈ സെറ്റില് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആരൊക്കെ ഒബ്സർവ് ചെയ്തു? അവനൊരു നല്ല ഒബ്സർവേഷൻ ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ, അവന് തെങ്ങിന്റെ മുകളിൽ കയറ്റി. അത് കുറെ കഴിഞ്ഞപ്പോൾ എന്റെ തൊടയൊക്കെ വരഞ്ഞ ഒരു വല്ലാത്ത പടിവ്. അപ്പൊ നല്ല ഒബ്സർവേഷൻ ആയിരുന്നു. ചേട്ടാ എന്നെ പെട്ടെന്ന് ഇറക്കുന്നു പറഞ്ഞിട്ട് കരിക്കൊക്കെ വന്നു. ഭയങ്കര സ്നേഹം. ഇങ്ങനെ ഒരു സെറ്റിൽ ഇപ്പൊ കാണുന്നതിന് മനസ്സിലാവും ഭയങ്കര സ്നേഹമുള്ള ഒരു സെറ്റായിരുന്നു. ലവബിൾ ആയിട്ടുള്ള ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടുള്ള ആളുകളൊക്കെ. അല്ല, ഞങ്ങളെല്ലാം ഒരുമിച്ച് എന്നാലും തീർക്കാൻ പറ്റുള്ളൂ. നിന്നേ പറ്റി വേറെ മാർഗമില്ല. ആരും ഉറപ്പിട്ട് കാര്യമില്ല. ഈ നമ്മുടെ പേരുകൾ ഇപ്പൊ നേരത്തെ നോക്കുന്നുണ്ടായിരുന്നു, ഈ സ്പെല്ലിംഗ് മാറ്റി കഴിഞ്ഞാൽ സക്സസ് ഉണ്ടാവും, അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചിരുന്നു. പേരിന്റെ സ്പെല്ലിംഗ് ചില പേരുകൾ മാറ്റും, അപ്പൊ നമുക്ക് ഭാഗ്യം വരും. ചിലപ്പോ സിനിമയിൽ വരുമ്പോ ഇപ്പൊ എന്റെ പേര് ഞാൻ ചെയ്ത പടങ്ങളൊക്കെ എന്ത് പേരിട്ട് ചെയ്താലും ചിലപ്പോ മൊത്തം ലെറ്റർ മാറ്റിയാലും സത്യം ഞാൻ ആലോചിക്കുന്ന ഒരു പേരും പറയാണ്ട്. പക്ഷെ ധ്യാൻ ചേട്ടന്റെ പടം എന്ന് പറയുന്നത് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഉണ്ട്. അതിന്റെ ഇന്റർവ്യൂവിന് ഒരുപാട് കഥകൾ കഴിഞ്ഞല്ലോ. ഇനി ധ്യാൻ ചേട്ടൻ കമ്മിറ്റ് ചെയ്യാൻ പോകുന്ന ഏത് കഥയാണ്? അതുണ്ട്. പക്ഷെ ഇത് ഞങ്ങളിലല്ല, ഇതിന്റെ ബാനർ വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്റേഴ്സിൽ, ഇതിന്റെ ഡയറക്ടേഴ്സില് ഒക്കെ ഞങ്ങൾക്ക് രാഹുല്, ഇന്ദ്രനീൽ രണ്ടുപേര്. ഇപ്പൊ നിങ്ങള് ഡയറക്ടർ, പ്രൊഡ്യൂസർ, റൈറ്റർ ഒക്കെ ആയ സ്ഥിതിക്ക് ഇപ്പൊ അതിനെക്കാട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് സിനിമക്ക് ഒരു പേരിടാനാന്ന് കേട്ടിട്ടുണ്ട്. കാരണം ഏത് പേരിടും എന്നൊരു കൺഫ്യൂഷൻ വരും. നിങ്ങൾക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടോ? ഒരു ഭയങ്കര ഏറ്റവും കൂടുതൽ പേര് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബുദ്ധിമുട്ടുണ്ടാവുക? ഇത് നല്ല പേരല്ലേ? ഇത് നല്ല പേരാ. ഇതുവരെ ആദ്യം ഉജ്ജ്വല ചരിതം എന്നായിരുന്നു ടൈറ്റിൽ. ആദ്യത്തെ ടൈറ്റിൽ നല്ലത് ഏതാ? അതിനേക്കാളും നല്ലത് കുറച്ചുകൂടെ ഈ പോലീസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ക്യാരക്ടറാണ് നിങ്ങളുടെ രണ്ടുപേരും. അതെങ്ങനെയുണ്ടായിരുന്നു? ഞങ്ങളൊരു ടീമാണ്. ഞാൻ അച്ഛന്റെ ക്യാരക്ടറാണ്. ധ്യാന്റെ അച്ഛനായിട്ടാണ് ഞാൻ. എന്റെ ടീമിന് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്, എന്റെ ടീമിനെ അവിടെ ഇവരെല്ലാം ഒരു ടീമാണ്. ഞങ്ങള് 1, 2, 3, 5 പേര് ഞങ്ങളൊരു ടീമാണ്. പുള്ളി ഒറ്റയ്ക്കാ. 2 പേരുണ്ട്. അദ്ദേഹം പോലീസാണ്, SI ആണ്. പക്ഷെ കാര്യമില്ല, ഇവരുടെ ടീമാണ്. ഇവര് ഒരു ടീമാണ്. പുള്ളിയുടെ അസിസ്റ്റന്റ് ആയിട്ട് നിബ്രാസും ഷാബാസും, അവരുടെ 2 ക്യാരക്ടേഴ്സ്. ഒറ്റക്ക് വന്നവനാണെന്നൊക്കെ ഒറ്റയ്ക്കല്ല, അവരെയും കൂട്ടിട്ട് വന്നത്. വലിയ കാര്യമൊന്നുമില്ല അവന്മാര്. പുള്ളി വിട്ട് കാര്യമുണ്ട് പടത്തി. അറ്റ്ലീസ്റ്റ് എനിക്ക് ടീമെങ്കിലും ഉണ്ട്. ആ ടീമിലാടെ നീ മറക്കല്ലേ. ഒരു സിനിമ ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റ് പറയേണ്ടത് നമ്മൾ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ കണ്ടിട്ടുള്ള പലരെയും നമ്മൾ ഒരു സിനിമയിൽ വരുമ്പം അവരെ ഓർത്ത് ക്യാരക്ടറായിട്ട് വരാറുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് ലൈഫിന് പോവാത്ത അല്ലെങ്കിൽ സിനിമ റിലീസിന് ശേഷം ആ ക്യാരക്ടർ നമ്മൾ വിട്ട് പോകുന്നില്ല എന്ന് തോന്നിപ്പോയ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടാവും? എന്റെ എല്ലാം പോയേ പറ്റൂ. എല്ലാരും പോയി. കാരണം എല്ലാം അടുത്തടുത്തടുത്തടുത്ത പടമല്ലേ.
ഏതാന്ന് പോലും ചില സമയങ്ങളിൽ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥയെ പറ്റി. എവിടെയും പ്രതീക്ഷിക്കാം. അതെ. അതന്നെ. ഓരോ ക്യാരക്ടറിന്റെ പല 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 പടങ്ങളും പിന്നെ എല്ലാത്തിലും ഒരു ലുക്കും അല്ലേ, പിന്നെ ലുക്കൊന്നും അധികം ചെയ്യും. കണ്ടിന്യൂറ്റി ഉണ്ട്. എല്ലാം പല പടങ്ങൾ നിർത്തി വെച്ചത്. ബാക്കി പടങ്ങളൊക്കെ നിർത്തിക്കൊണ്ടിരില്ല. ഒരു മൂന്ന് ദിവസം ബാക്കി വരും. അപ്പോഴേക്കും അടുത്തിൽ പോയി കഴിയുമ്പോൾ പിന്നെ അതിന് വേറെ ലുക്ക് പിടിച്ചാൽ ഇതിന് തിരിച്ചു ചേഞ്ച് ചെയ്ത് സമയം കിട്ടുന്നില്ല. ചേഞ്ചിന് പക്ഷെ അവര് make- അല്ല പുതിയാകുമ്പോ വായിക്കാല്ലോ. അടുത്ത ലുക്ക് പക്ഷെ നമ്മള് make over കാണുന്നുണ്ട്. ധ്യാൻ ചേട്ടൻ ഞങ്ങള് make over അധികം കണ്ടിട്ടില്ലല്ലോ. വർഷങ്ങൾക്ക് ശേഷം അത് എനിക്ക് make over. വെൽക്കം മേക്ക് ഓവറല്ലേ ഇത്? വർഷങ്ങൾക്ക് ശേഷത്തിന് പിന്നെ വേറെ വഴിയില്ലാത്തോണ്ട് മേക്ക് ഓവർ ആവേണ്ടി വന്ന. ചേട്ടനെ ഓടിക്കും. ഇല്ല, ഈ ചേട്ടന്റെ ഏതെങ്കിലും സിനിമ വരുമ്പോഴേ അപ്പം ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഈ കഥാപാത്രം ഞാൻ ചെയ്യാം, ഞാൻ ചെയ്തോട്ടെ, അങ്ങനെ ഒരു കോൺവെർസേഷൻ വരും. എനിക്ക് സമ്മതിക്കുന്നുള്ളല്ലേ. എന്നെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത രീതിയിൽ ചോദിക്കില്ലേ? എന്നെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. അല്ലെങ്കിൽ ഇത്ര നാളായിട്ട് അറിയാവുന്നല്ലേ. എല്ലാരും ചോദിക്കാം. ഇപ്പൊ ഞാൻ എന്റെ ചേച്ചി എന്ത് ചെയ്യുന്ന ഞാൻ എടാ എനിക്കൊന്ന് ഒരു സീൻ തരുമോ ഞാൻ ചോദിക്കല്ലോ. അങ്ങനെ ചോദിക്കില്ല. അങ്ങനെ ചോദിച്ചാലും തരില്ല എന്ന് അറിയുന്നതുകൊണ്ട് ചോദിക്കില്ല. വിനീതാണ് എന്റെ അടുത്ത് വെക്കണേ, എനിക്ക് ഡേറ്റ് തരുമെന്നുള്ളത്. ഇവന് കൊടുക്കാൻ ഡേറ്റ് ഇല്ല, അതാണ് അവസ്ഥ. അല്ല ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം അത് കഴിഞ്ഞപ്പോഴും പുള്ളിയാണ് എന്നോട് വന്നിട്ട്, നമ്മള് ആ സമയത്ത് പടം ചെയ്യുന്നുണ്ട്, പുള്ളിനോട് വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു പടമുണ്ട്, ഞാൻ ചെയ്യുന്ന ഒരു പരിപാടി ഉണ്ട് ഇങ്ങനെ. അപ്പൊ ഞാൻ വിചാരിച്ച അതിൽ ചെറിയ എന്തെങ്കിലും പരിപാടി ആയിരിക്കുന്നു, പ്രണവാണെന്നാണ് ഞാൻ അന്ന് അറിഞ്ഞത്. അപ്പോഴും ഞാൻ കഥയൊന്നും എനിക്കറിയില്ല. പിന്നെ ഞാൻ 2 ദിവസം മുന്നേ കേൾക്കുമ്പോഴാണ് നമുക്ക് ഇത്രയും ചെയ്യാനുണ്ടെന്നൊക്കെ, 2 ദിവസം മുന്നെയാണ് അറിയുന്നതിൽ ഇത്രയും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോ എന്നിട്ടാണ് ഇപ്പൊ ട്രാൻസ്ഫോർമേഷൻ ചെയ്ത പിന്നെ ഇത്രയും. അപ്പൊ പുള്ളി ആ ഗ്യാപ്പിൽ ഞാന് അപ്പൊ എൻ്റെ ഒരു മുടിയൊക്കെ വടിച്ചിട്ട് ഞാൻ മറ്റേ വയസ്സാം കാലത്ത് ഒരു ഗെറ്റപ്പിൽ ചെയ്ത സാധനം ആ പോർഷൻ എന്നോട് കഥ പറഞ്ഞിട്ടില്ല. കാരണം ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ 1-2 അഭിപ്രായമൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞ മേലാലനി കഥയൊന്നും കേൾക്കണ്ടെന്നൊക്കെ അഭിനയിച്ചിട്ട് പോയാൽ മതി. അങ്ങനെ ആ ഗ്യാപ്പ്, അപ്പൊ പുള്ളി പറഞ്ഞു ഇനി ഈ ഗ്യാപ്പില് ഫസ്റ്റ് സ്കെഡ്യൂൾ ഓർഡറിലാണ് ഷൂട്ട് ചെയ്തത്. ഫസ്റ്റ് ഹാഫ് ഷൂട്ട് ചെയ്തു, സെക്കൻഡ് ഹാഫ് പിന്നെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ഫസ്റ്റ് ഹാഫിന്റെ സെക്കൻഡ് ഹാഫിന്റെ ഗ്യാപ്പിൽ ഒരു സ്കെഡ്യൂൾ ബ്രേക്ക് വന്നപ്പോൾ ഒരു 6 ദിവസം ഗ്യാപ്പ് കിട്ടി. അപ്പൊ എന്നോട് പറഞ്ഞു നീ സ്ക്രിപ്റ്റ് ഒന്ന് വായിച്ച് പറ്റുവാണെങ്കിൽ നീ ഒന്ന് വായിച്ചിട്ട് നീ നിനക്കൊന്ന് പ്രെപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഗ്യാപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഗ്യാപ്പിൽ 6 ദിവസം മച്ചാന്റെ മലാക എന്ന് പറഞ്ഞ പടം അഭിനയിച്ചു വക്കീലായിട്ട്. അപ്പോ നമ്മുടെ ഒരു പ്രിയപ്പെട്ട ആൾക്കാരാണ്, അതുകൊണ്ട് ഞാൻ ആ ഗ്യാപ്പിൽ. അപ്പൊ അത് ചേട്ടൻ അറിഞ്ഞപ്പോ തന്നെ നീ അതിനിടെ പോയി വേറെ പടം അഭിനയിച്ചല്ലടാ തെണ്ടി എന്ന് പറഞ്ഞ് ചിന്തിക്കാന്ന് വയ്യ. പറയും, പറഞ്ഞു പോകും. അങ്ങനെ ഞാൻ ആ ഗ്യാപ്പിൽ വേറൊരു സിനിമ അഭിനയിച്ചിട്ട് വന്നിട്ടാണ് പിറ്റേ ദിവസം വന്നിട്ടാണ് ഈ താടി മുടി വടിച്ചിട്ട്. ഡെഡിക്കേഷൻ അല്ല, അവിടെ പോയി കഴിഞ്ഞത് പഠിക്കണം എന്ന് പറഞ്ഞു ചെയ്ത് നമ്മള് ഇപ്പൊ അച്ഛൻ ഒരുപാട് കഥകള് എഴുതിയിട്ടുണ്ട്, സിനിമ ഡയറക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ധ്യാൻ ചേട്ടനും വിനീതേട്ടനും രണ്ടുപേരും നമ്മള് സക്സസ്ഫുള്ളി നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ തന്ന ആളുകളാണല്ലോ. ഇപ്പൊ ഒരു ത്രെഡ് കിട്ടുകയാണെങ്കിൽ അച്ഛൻ ആർക്കാർക്കും പറഞ്ഞു കൊടുക്കാം? അങ്ങനെ പുള്ളി രണ്ടുപേരോടും പറയില്ല. പൊതുവെ പുള്ളി എന്നെ എഴുതി സിനിമയാക്കും. അതുകൊണ്ട് പുള്ളി ഞങ്ങളോട് പറഞ്ഞിട്ട് പുള്ളിക്ക് സിനിമയുടെ അധികമൊന്നും പുള്ളിക്ക് വന്നിട്ടില്ല ഇതുവരെ. വിളിച്ചിട്ട് ഞങ്ങൾക്കൊരു കഥയുണ്ട് മക്കളെ, ഡിസ്കസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയൊന്നും വന്നിട്ടില്ല. ഏട്ടൻ്റെ അച്ഛൻ്റെ കഥകളൊക്കെ ഏട്ടൻ്റെ കഥകളൊക്കെ ഒരു സമയം വരെ ഡിസ്കസ് ചെയ്തിരുന്നു. എനിക്ക് തോന്നുന്നു ജേക്കബ് വരെ ഒക്കെ. ഹൃദയമൊന്നും പിന്നെ അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചില്ല. വർഷങ്ങൾക്ക് ശേഷവും അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ പൊതുവെ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സിനിമ കാര്യങ്ങളും ചർച്ചകളൊക്കെ പൊതുവെ വീട്ടില് കുറവാണ്. ഇപ്പൊ ഞാൻ കഴിഞ്ഞ സുരേഷ് മാമിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു ഇനി ആരുടെ കൂടെ അഭിനയിക്കണം എന്ന് പറയുമ്പോൾ ശ്രീനിവാസ് ചേട്ടൻ്റെ കൂടെ അഭിനയിക്കണം എന്ന് ഭയങ്കര അതിയായിട്ടുള്ള ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ തുടരും സിനിമയില് നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കോമ്പിനേഷൻ ആണല്ലോ വരുന്നത്. അപ്പം അവർക്കായിട്ടൊരു സിനിമ അങ്ങനെ ഒരു പ്ലാൻ ചെയ്യോ? തലയാളമന്ത്രം മതിയല്ലോ. അവര് ചെയ്ത് അവരുടെ ഒരു ആയ കാലത്ത് അവര് ചെയ്തു വെച്ച സിനിമകളുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ഇതിൽ അവർക്ക് ഞാൻ പറഞ്ഞ അവർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എഴുതുന്നൊക്കെ ശരിക്കും ട്രോഫി വാങ്ങിച്ചു കൈ നീട്ടി.
ഇതൊരു ചരിത്ര മുഹൂർത്തം കൂടിക്കാ. നിങ്ങൾക്ക് രണ്ടുപേർക്ക് ആഗ്രഹമുണ്ട് ധ്യാൻ ചേട്ടന്റെ കൂടെ ഒരു ഇന്റർവ്യൂ ഇരുന്ന് കഴിഞ്ഞാൽ അത് എന്തായാലും വൈറലാവും. അല്ല അങ്ങനെയല്ല, തിരിച്ചാണ് ഇങ്ങനെ ഒരു ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്റെ മൈലേജ് കൂടുന്നതാണ് എന്റെ ഇവരുടെ ഫാൻസ് ഇവരുടെ ഫാൻസ് ഉണ്ടല്ലോ, അവര് കാണും നമ്മളെ. അവര് കാണില്ലേ നമ്മളെ. പിന്നെ ഇൻസ്റ്റയില് ഇവരൊക്കെ ഉള്ള ഒരു ഇത് നമുക്കില്ലല്ലോ. നമുക്ക് അല്ല ഇരിക്കണം തൊട്ടുമ്പോ പറഞ്ഞേട്ടാ ഞാൻ ചേട്ടാ മറ്റൊരു ഇരുത്താൻ സ്ഥലമില്ല, ചേട്ടൻ വേണമെങ്കിൽ ചായ കുടിച്ചിട്ട് വന്നോളൂ, നിബ്രാസ്ക ബസ് കറക്റ്റ് ആയിരിക്കും ഞാൻ എനിക്ക് മാറാന്ന് പറഞ്ഞാണ് നിന്നോളാം. മാറിയില്ല. കാരണം നമ്മൾ പുതിയ തലമുറയിലുള്ള പുതിയ ആൾക്കാരോട് ഇരിക്കാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇവരുടെ അവർക്ക് താല്പര്യമില്ലല്ലോ. ഇവരുടെ പ്രത്യേകിച്ച് കഴിവൊന്നും ഇല്ലെങ്കിലും പക്ഷേ സ്വന്തം കാര്യമാണ് പറഞ്ഞത്. പക്ഷേ നന്നായി വായിട്ടലക്കും സംസാരിക്കും അല്ലേ. ഇവ വിനീത് ശ്രീനിവാസ് ഇല്ല, നമ്മള് പുള്ളിയുടെ ഇന്റർവ്യൂ ഒക്കെ കുറെ എൻജോയ് ചെയ്യുന്ന. ഒത്തിരി പേരുടെ സങ്കടം മാറും അല്ലെ. എന്ത് ടെൻഷൻ ഉണ്ടെങ്കിൽ ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂ കണ്ടാൽ മതി. സങ്കടം മാറ്റി അടുത്ത ഇന്റർവ്യൂ വരുമല്ലോ അടുത്ത ആഴ്ച തന്നെ. സങ്കടം മാറ്റും. ഒരുപാട് പേരുടെ സബ്ജക്ട് ഇപ്പൊ ഭയങ്കര ടെൻഷൻ ഉള്ളവർ ഇപ്പോഴും ധ്യാൻ ചേട്ടന്റെ ഇന്റർവ്യൂ കാണാറുണ്ട്. അതെന്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്ര ആളുകൾക്ക് എനിക്ക് ഇത്ര ഇഷ്ടം? അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല. പക്ഷേ എന്തെങ്കിലും അവർക്കിപ്പോ ചില ആൾക്കാരുടെ സംസാരം അല്ലെങ്കിൽ സംസാര രീതി ഇപ്പൊ എനിക്ക് ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട്. ഇപ്പോ ഇന്റർവ്യൂ കാണാൻ ഇഷ്ടമുള്ള കുറെ ആൾക്കാരുണ്ട്. അല്ല എനിക്ക് ഷൈൻ്റെ ഇന്റർവ്യൂ കാണാൻ എനിക്കൊരു സമയത്ത് ഷൈൻ്റെ ഇന്റർവ്യൂ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മമ്മൂക്കയുള്ള ലേറ്റസ്റ്റ് മമ്മൂക്കയുടെ ഇപ്പൊ വന്ന നെക്സ്റ്റ് 2.0 മമ്മൂക്കയുടെ ഒരു ഇന്റർവ്യൂസ് കാണാൻ പോസ്റ്റ് കോവിഡ് മമ്മൂക്കയുടെ ഇന്റർവ്യൂസ് വേറെ തന്നെ ഒരു രസം. കാരണം മമ്മൂക്ക പുതിയ ജനറേഷനിലെ ആൾക്കാരുമായിട്ട് ജെല്ല് ചെയ്യുന്നതും അവരുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഒക്കെ ഭയങ്കര രസം. അത് നമ്മള് റോഷാക്ക് അത് ഭയങ്കര രസമായിരുന്നു. പിന്നെ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് അല്ലെ ഇന്റർവ്യൂസ് നമ്മളെ എൻഗേജ് ചെയ്ത് നമ്മള് ഇരുന്ന് കാണുന്ന കുറച്ച് ആൾക്കാർ. മമ്മൂക്കരെ ചിരിച്ച ഒരു സാധനമാണ് ഇതുപോലെ തന്നെ ഷൈൻ്റെ ഒരു സാധനം. ഗ്ലാസ് വെള്ളം കുടിക്കാൻ പറഞ്ഞു. എത്രാമത്തെ തുള്ളി വെള്ളത്തിലാണ് ദാഹം ശ്രമിച്ചതെന്ന് ചോദിച്ചാൽ എന്ത് ഞാൻ നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യും. ഭയങ്കരമായിട്ട് ഹ്യൂമർ എൻജോയ് ആണ്. നിങ്ങൾക്ക് കൂടെ അഭിനയിച്ച സമയത്തും കൂടുതലായിട്ട് ഞങ്ങൾക്ക് എപ്പോഴും കാണുമ്പോൾ ഇന്റർവ്യൂസ് മൂവി അല്ലെങ്കിൽ എന്തെങ്കിലും പ്രൊമോഷൻ വരുമ്പോൾ മാത്രമേ ഞാൻ കാണൂ. കൂടുതലായിട്ട് മമ്മൂക്കനെയൊക്കെ അറിയുന്നത് നിങ്ങൾക്കല്ലേ. ഞങ്ങൾ ശരിക്കും എല്ലാവർക്കും എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉള്ളത് ഈ പറയുന്ന സെലിബ്രിറ്റി ലൈഫ് എന്നാണ്. ചിലപ്പോൾ ഞങ്ങൾ കാണുമ്പോൾ നിങ്ങൾ പോഷായിട്ട് ഒരുപാട് ആളുകൾ തിരിച്ചറിയുന്നു, ഫോട്ടോ എടുക്കുന്നു, ബിസി ലൈഫ് അങ്ങനെയൊക്കെയാ ചിന്തിക്കുക. ശരിക്കും നിങ്ങളുടെ സെലിബ്രിറ്റി ലൈഫ് എങ്ങനെയാ? ഒത്തിരി ഫാൻസ് ഉണ്ട്, ഫാൻസ് ഗേൾ ഫാൻസിന്റെ ഒക്കെ ഒത്തിരി മെസ്സേജ് ഒക്കെ വരില്ലേ ഇൻസ്റ്റഗ്രാമില്? അല്ല അതൊക്കെ പാടാണ്, മാനേജ് ചെയ്ത് പോകുന്നു. സിനിമയിൽ വന്നതിന് ശേഷം ഫാൻസ് കുറയാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ധ്യാൻ ചേട്ടന്റെ പടത്തിലാണ് അറിഞ്ഞതിന് ശേഷം. അല്ല അതല്ല അങ്ങനെ തന്നെ നീ ജയിച്ചോ. സെലിബ്രിറ്റി ലൈഫ് ഇല്ല ഈ പറയുന്ന ഇവരുടെ അത്ര നമ്മള് സെലിബ്രിറ്റി ഒന്നുമില്ല. ഇവരൊക്കെ അല്ലേ സിനിമാടന്മാരും. നമ്മള് ജസ്റ്റ് ഇൻസ്റ്റയില് വീഡിയോസ് ഒക്കെ ചെയ്ത് സാധാരണ ആൾക്കാരെ പോലെ നമ്മൾ ലൊക്കേഷനിൽ ചില ഇവര് കാർ ഇറങ്ങുന്നു, നേരെ കാരവണ്ടി പോകുന്നു. നമ്മള് കസേര ഇരിക്കുന്നു. ഇതൊക്കെയാണ് ഇവര്. ഞങ്ങളെല്ലാവരും പ്രൊഡക്ഷൻ വണ്ടി, ഇവന്മാര് സ്വന്തം കാർ. ഇവര് ഷൂട്ടിന്റെ സൈഡിൽ സിഗരറ്റ് വലിച്ചിരിപ്പുണ്ടാവും. ഇവന്മാര് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കണം. 10 മണിക്ക് വന്നാലും സത്യമല്ലടാ. പിന്നെ അവസാനം എന്റെ കയ്യിൽ നിന്ന് സിഗരറ്റ് തീർന്ന കയ്യിൽ നമ്മുടെ ഇല്ല, ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടാണ്. ശരി വേണം തള്ളാണ് വാങ്ങിച്ചു വെച്ചു. കൈ കൊടുക്കില്ല. ഞാൻ സിഗരറ്റ് എന്ന് ചോദിച്ചു ഇവൻ അവിടെ നിന്ന് കിട്ടും, പിടിക്കണം. പുള്ളി സിഗരറ്റ് വിലയെല്ലാം നിർത്തി സ്വന്തമായിട്ട് കാശ് കൊടുത്ത് സിഗരറ്റ് വാങ്ങിക്കത്തില്ല. വേറുള്ളവരെ സഹായിക്കും. ഞാൻ ഇരുന്ന് വാങ്ങിച്ച വലിക്കാറ് പൊതുവെ വലിക്കുന്ന സമയത്ത്. അപ്പൊ ഞാൻ എന്റെ നമ്മൾ വലിക്കത്തില്ല, അതുകൊണ്ട് നമ്മൾ വേറെ ആൾക്കാരെ ഒപ്പിച്ച് പുള്ളിക്ക് ബാഡ് ഇൻഫ്ലുവൻസ് ആണ് സിഗരറ്റ്, അറിയാലോ. അത് നമ്മൾ വലിക്കില്ല. പുള്ളിക്ക് വേണ്ടിട്ട് നമ്മൾ ആരുടെയൊക്കെ പോയി ഇറന്നിട്ടുണ്ടെന്ന് അറിയാവോ?
നമുക്ക് എത്ര താഴോട്ട് ഇറങ്ങി പോകാൻ പറ്റും? അത് അത്രയും പോകാൻ പറ്റില്ല എനിക്ക്, ഇവന്റെ അത്ര പഠിക്കുന്നു ഞാൻ, അത്രേ ഉള്ളൂ. ഷൂട്ട് തുടങ്ങിയ ആ സെറ്റ് തൊട്ട് ഈ നിമിഷം വരെ ഇവര് തമ്മിലുള്ള ഇത് തീർന്നിട്ടില്ല ഇപ്പോഴും. വലിയ കാര്യമില്ലാത്ത വൈത്താളം. ഇല്ല, പുള്ളി ചീര നമ്മള് മറ്റേ വാഴ നനയുന്നതിന് ഞാൻ ചീര ഒന്ന് നനഞ്ഞോട്ടെ. അങ്ങനെ വളരട്ടെ, വളർന്ന് അങ്ങനെ ചീര വല്ലാതെ വളരുന്നുണ്ടോ? വാഴ എന്നും വാഴ 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 വാഴയാണല്ലോ, ചീര ചീരയാണല്ലോ. ഇവിടെ എങ്ങനെയാണ് സെലിബ്രിറ്റി ലൈഫ്? അല്ല, അങ്ങനെ ലൈഫ് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. നമ്മള് സാധാരണ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യാറ്. വല്ല സെലിബ്രിറ്റീസ് ബാക്കിയെല്ലാം ആളെ വെച്ച് ചെയ്യിക്കാൻ പറ്റില്ല. അല്ല, ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. പക്ഷെ ഭയങ്കര സിമ്പിൾ ലൈഫ്, അങ്ങനെ സെലിബ്രിറ്റി ലൈഫ് ഒന്നും കൊണ്ടുപോകാത്ത. എനിക്ക് സത്യം പറഞ്ഞ ലൈഫ് ഉദാഹരണം പറഞ്ഞു, എങ്ങനെയാ ലൈഫ്? എന്താണ് ലൈഫ്? ഇപ്പൊ നമ്മള് കാണുന്നത് ഭയങ്കര പോഷ് ആയിട്ട് നമുക്ക് ഇപ്പം പബ്ലിക്കിൽ ഇറങ്ങാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഇപ്പൊ മാളിൽ പോകാൻ പറ്റില്ല. ഒന്നുമില്ല, അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം നമ്മളൊക്കെ പോകുന്നത് അങ്ങനെയൊന്നുമില്ല, ഒരു ഇതുമില്ല. അല്ല, എനിക്ക് സത്യത്തിൽ പോകാൻ പറ്റാറില്ല കേട്ടോ. നിനക്ക് പ്രത്യേകിച്ച് നമുക്ക് ഇവരെ കാര്യം ഞങ്ങളൊക്കെ പോകാറുണ്ട്. ഇവര് വെള്ളം രാവിലെ മാർക്കറ്റിൽ എല്ലായിടത്തും പോകും. പക്ഷെ നിങ്ങൾ അങ്ങനെ പോണെന്ന് തോന്നുമ്പോ ധ്യാൻ ചേട്ടൻ എന്ത് ചെയ്യും? ഞാൻ ഫ്ലൈറ്റ് എടുത്തു വല്ല ബോംബെയിലോ ചെന്നൈ അങ്ങനെ പോലും പോയപ്പോട്ട് ഇവരെ അവിടെ നിൽക്കുന്നത് അല്ലേ? അറിയോ, ചെന്നൈയിൽ ബോംബെയിൽ അവിടെ പടം റിലീസ് ആവുമല്ലോ. അല്ല, അവിടെ സേഫ് അല്ലടാ, ഈടായിട്ട് ഇറങ്ങുന്നുണ്ട് അവന്മാര് കണ്ടിട്ടേ. ചിലപ്പോ അവിടെ നിന്നും ചിലപ്പോ ഇദ്ദേഹം പിന്നെ തെലുങ്കില് ഇദ്ദേഹത്തിന് പടം ഇറങ്ങിയതിനു ശേഷം പിന്നെ ആ ഏറിയ പോയിട്ടില്ല ഹൈദരാബാദ്. ഞങ്ങളുടെ ഇപ്പൊ കഥാപാത്രത്തിന്റെ ലുക്ക് പോയി കഴിഞ്ഞാൽ ഞങ്ങള് വേറെ ലുക്കിലൊക്കെയാണ്. അത് മാറാത്തോണ്ട് ലുക്ക് ഒരേ ലുക്കല്ലേ, ആൾക്കാർ പെട്ടെന്ന് കണ്ടുപിടിക്കും, ഞങ്ങൾ കണ്ടുപിടിക്കില്ല. അത് ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഹിന്ദി പടവും ഈ തെലുങ്ക് പടമൊക്കെ ഇന്ന വർഷങ്ങൾക്ക് ശേഷം കഴിഞ്ഞ സമയത്ത് 2-3 തമിഴ്ന്ന് എനിക്ക് 2-3 ഓഫർ വന്നു. അപ്പൊ അവര് വിചാരിച്ചിരിക്കുന്ന, ഞാൻ ഒരു സ്ഥലത്ത് പറയുന്നത്, അവര് വിചാരിച്ചിരിക്കുന്ന ആഴ്ചക്കാഴ്ചക്ക് സിനിമ, അവര് എറണാകുളമൊക്കെ ഇറങ്ങി വരുമ്പോഴേ അവര് കാണുന്ന ഈ മനുഷ്യ ഇത് ആരാണ് ഈ പോസ്റ്റർ, അങ്ങനെ അവരോട് എന്നോട് ഒരാളെ ചോദിച്ചു, എല്ലാ ആഴ്ചയും അവളോ പടം ഉങ്ങളോട് എല്ലാ പടം ഹിറ്റാ ചോദിച്ചു. ഞാൻ പറഞ്ഞ ആ ഹിറ്റ് അവര് പോസ്റ്റർ കണ്ടിട്ട് ചോദിക്കുന്നത് ഈ ഒരു നടൻ മാത്രമേ ഉള്ളൂ കേരളത്തിലെ സിനിമയിൽ. അതാണ് അവരുടെ ഡൗട്ട്. എപ്പോ ഇയാളുടെ പോസ്റ്റർ ഉങ്ങളോട് എല്ലാ പടം ഹിറ്റാ, ചെറിയ ഹിറ്റ് ഞാനെനിക്ക് പറയാൻ പറ്റുമോ ചേട്ടാ, ഒരു കണ്ടിന്യൂസ് 8-10 ദിവസം ഷൂട്ട് നടക്കുക. ഒരു ദിവസം ധ്യാനില്ല, ഒറ്റ ദിവസം ധ്യാനം ഇല്ല. എനിക്ക് ഷൂട്ടില്ല. അപ്പൊ ഞാന് മറ്റേ ധ്യാൻ്റെ അസിസ്റ്റന്റ് ചോദിച്ചു, ധ്യാനവിടെ. അപ്പൊ ചേട്ടൻ ഇത് കോയമ്പത്തൂർ വിട്ടു. എന്നോട് റൂം പാലക്കാടല്ലേ? അല്ലേട്ടാ ചേട്ടാ കോയമ്പത്തൂർ വിട്ടു കേട്ടാ. കോയമ്പത്തൂർ ശരി പറഞ്ഞത് നമ്മൾ ചോദിച്ചു. അപ്പൊ ഞാൻ അടുത്ത് എന്താ കോയമ്പത്തൂർ പോയി? അല്ല, അവിടെ നിന്നാണ് എനിക്ക് ചെന്നൈക്ക് ഫ്ലൈറ്റ്. ചെന്നൈക്ക് എന്തിനാ പോയി? തമിഴ് പടത്തിന് ഡബിങ് ഉണ്ടായിരുന്നു കേട്ടാ ഒരു ദിവസം. എന്നിട്ട് പോയിട്ട് അടുത്ത ദിവസം, നമ്മൾ ഈ കാണുന്ന രൂപമൊന്നുമല്ല ആള്. അടുത്ത ദിവസം പുള്ളി അവിടുന്ന് കോയമ്പത്തൂര് ഫ്ലൈറ്റ് ഇറങ്ങി അവിടുന്ന് നേരെ ലൊക്കേഷനിലോട്ടാണ് വരണത്. നമ്മള് സിനിമയുടെ കണക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ, ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ നേരെ ഹിറ്റ് നേരെ പറഞ്ഞ ആ പടങ്ങളാണ്. ഇനി തമിഴ്നാട്ടിൽ പോയിട്ട് ഹിറ്റുകൾ കൊടുക്കാൻ വേണ്ടി പോവാ. അവനറിയാം അതിന്റെ ഉത്തരം അവനറിയാം. ധ്യാൻ ചേട്ടൻ തന്നെ നേരെ ഇന്റർവ്യൂവിൽ ഈ കഥകളൊക്കെ പറയും. ഇല്ല ഇത് പറയില്ല. ഈ പറയാത്ത കഥകളുണ്ട് എന്തിന്റെ ആരെക്കുറിച്ച്? ധ്യാൻ ചേട്ടനെ കുറിച്ച് തന്നെ നമ്മൾ അറിയാത്ത രഹസ്യങ്ങൾ പുറത്തു പറയരുത്. അടുത്ത് കേരള പോലീസ് പിടിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ബാസി പറഞ്ഞ പോലെ ഞാനെല്ലാം മേലെ പറഞ്ഞോളാന്ന് പറഞ്ഞ പോലെ നിങ്ങളോടൊന്നും പറയാനല്ല, എല്ലാം ഞാൻ പോലീസുകാരോട് പറഞ്ഞോളാം. ഞാൻ ആലോചിക്കണ്ടേ, 10 മണി പറഞ്ഞിരുന്നു, അവൻ 8:15 എത്തി. അവനക്ക് എത്തി കഴിഞ്ഞാൽ അത് വാർത്ത ഒരു തോതിലാണ് സമയത്തിന് മുമ്പ് എത്തുന്നത്. ശരിക്കും അങ്ങനെ ഒരു പേടിയുണ്ടോ? ഇപ്പൊ ഓഫ്കോഴ്സ് ഇപ്പം വാർത്ത തുറന്നു കഴിഞ്ഞാൽ നമ്മുടെ അയ്യോ അതുകൊണ്ടായോ പേടിയില്ല. ഞാൻ ഇരുന്ന് വാങ്ങിക്കുന്ന സിഗരറ്റ് അല്ലാണ്ട് സ്വന്തമായിട്ട് എനിക്ക് എന്തായാലും ഒന്നുമില്ല. ഊട്ടിയിട്ട് കത്തിക്കുന്ന ആളാ.
അങ്ങനെ പേടിയൊന്നുമില്ല. ഇപ്പം നമ്മളൊരു സിനിമയുടെ ഭാഗമാകുമ്പോൾ കറക്റ്റ് സമയത്ത് സെറ്റിൽ എത്തുക, അല്ലെങ്കിൽ പ്രൊമോഷൻ ആയാലും ഇപ്പൊ ധ്യാൻ ചേട്ടൻ ഏത് സിനിമയാണെങ്കിലും പ്രൊമോഷൻ വന്നിരിക്കുന്നുണ്ട്. അല്ലാതെ ഒത്തിരി ആളുകൾ സിനിമയുടെ പ്രൊമോഷനോട് വരാത്ത ആളുകളുണ്ട് കേട്ടോ. അപ്പൊ അതൊക്കെ ഒരു സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതല്ലേ ഇത് റീച്ച് ആയിട്ട് വേണം അടുത്ത പടം പിടിക്കാൻ. ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടിട്ടുള്ള ധ്യാൻ സിനിമ ചെയ്യുന്നത്. അതെ, ചേട്ടൻ അതിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരു 10 ഇന്റർവ്യൂ ഉണ്ട്. 10 ഇന്റർവ്യൂവിന് ഓരോ കഥകള് ഇപ്പൊ നേരത്തെ പറഞ്ഞു, ഈ കഥ എനിക്ക് അടുത്ത ഇന്റർവ്യൂവിന് പറയണം. അങ്ങനെ ഒരു പ്ലാനോട് കൂടിയാ വരിക. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ ഞാൻ ഇവനെയൊക്കെ കൊല വിളിച്ചത്. അത് പിടിച്ചില്ല. പ്ലാനൊക്കെ ഇട്ട് വരുവാണെങ്കിലുണ്ടല്ലോ അറിയാല. പ്ലാൻ ഉണ്ടായിരുന്നു എനിക്ക് വർഷങ്ങൾക്ക് ശേഷത്തിന്റെ പ്രൊമോഷൻ വരുന്ന സമയത്ത്. ചില പ്രൊമോഷൻ നമ്മൾ വരുമ്പോ അപ്പൊ എനിക്കറിയാം ബേസിലുണ്ട്. അപ്പൊ ഞാൻ ഓർത്ത് ഇവൻ സെറ്റിലുള്ള കഥകളൊക്കെ ഓർത്ത് നോട്ട് ചെയ്ത് വെച്ചിട്ട് വർഷങ്ങൾക്ക് ശേഷം സമയത്ത് ഞാൻ പ്ലാനല്ല, എന്തൊക്കെ പറയും, എന്തൊക്കെ അവൻ എങ്ങനെ തകർക്കാം, തിരിച്ച് അവനെ നമ്മളെ ഒരുത്തം മാത്രം അടിച്ചിട്ട് കാര്യമില്ല, തിരിച്ച് നമ്മളെ നിന്ന് കൊടുക്കണമല്ലോ, എന്നാലേ രസം ഉണ്ടാവുള്ളൂ. അപ്പൊ അവനെ തിരിച്ചെന്നും ഇട്ടുകൊടുത്താലേ അവൻ പറയുള്ളൂ. അപ്പൊ അവൻ കൃത്യമായിട്ട് അതിനെ വരവേൽക്കുകയും അവനെ തിരിച്ചടിക്കുകയും ചെയ്തു. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യം ഇപ്പൊ എല്ലാം ഒത്തിരി ക്യാമറ കണ്ണുകൾ ഉള്ളതുകൊണ്ടേ നിങ്ങൾക്ക് ഒരു ടെൻഷൻ ഇല്ലേ ഇതിപ്പോ വൈറലാവോ? കാരണം ഇപ്പൊ ഷെയ്ക്കൻ യൂണിവേഴ്സ് തന്നെ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നിങ്ങൾക്ക് പേടിയുണ്ടോ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ ക്യാമറകൾ കാണും അല്ലാതെ പ്രേക്ഷകരിൽ എത്തുമ്പോൾ അത് വൈറലാവും, അങ്ങനെ ടെൻഷൻ ഉണ്ടോ ഇപ്പൊ ഒരു സമയത്ത്? എനിക്കോ അങ്ങനെ ടെൻഷൻ ഇല്ലാത്ത ഒരാളെ ഞാനായിരിക്കും. ഇപ്പൊ ആവശ്യത്തിന് ചീത്തപ്പേരുണ്ടല്ലോ. ഇവിടെ അങ്ങനെയുണ്ടോ? അങ്ങനെ അങ്ങനൊന്നുമില്ല. മീഡിയ അല്ലെങ്കിൽ അതൊരു വാർത്തയാവും, നിങ്ങളൊരു സെലിബ്രിറ്റിയാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്ര ആളുകൾ കാണുന്നതാണ്, അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ കാര്യം അങ്ങനൊന്നുമില്ല. അങ്ങനൊന്നുമില്ല. ഷെയ്ക്കാൻ്റെ കൊടുത്തിട്ട് എന്താ സംബന്ധിച്ച് ഷെയ്ക്കാൻ്റെ കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നുണ്ടാവും. നിങ്ങൾ പക്ഷെ ഇടുന്നത് ഷെയ്ക്കാൻ്റെ കിട്ടാത്തതായിരിക്കും. ആ കാര്യത്തിൽ പേടിയുണ്ട്. നമുക്കിപ്പോൾ എപ്പോഴും റോഡിൽ കൂടെ ഇറങ്ങുമ്പോൾ ചിരിച്ച് ഇങ്ങനെ നടക്കാൻ പറ്റുമോ? നമുക്കും ഇല്ലേ ഓരോ അല്ലേ, നമ്മളോരോ തൊഴിലുമായിട്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ ചിന്തിച്ചല്ലേ നടക്കുന്നത്. അപ്പൊ എല്ലാവരും ഒരുപോലെ നമുക്ക് പൊതുവെ ഇപ്പൊ നാട്ടിലെ ആർക്കും തന്നെ സിനിമാക്കാരോട് വലിയ മതിപ്പൊന്നുമില്ല. അപ്പൊ പിന്നെ കുഴപ്പമില്ല, അവിടെ ഞങ്ങൾ ഓക്കെയാണ് അല്ലേ? പ്രത്യേകിച്ച് ചുമ്മാ ഇപ്പൊ ഇൻസ്റ്റയിലുള്ള ആൾക്കാരോടാണല്ലോ മതിപ്പ്. കാര്യമായിട്ട് എടുത്തു ഈ സിനിമ ഞങ്ങൾക്ക് ഒരുപാട് നമ്മൾ അതിന്റെ പ്രൊമോഷൻ മറന്ന് ഒരുപാട് പ്രതീക്ഷകളാണ്. ഇപ്പം ഞങ്ങൾക്ക് പറയുമ്പോ ആരൊക്കെയുണ്ട് നിങ്ങൾ? ഞാൻ എന്തായാലും ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ തീരുമാനിച്ചു. കാരണം അത്രയും പ്രതീക്ഷ എന്താ ചേട്ടാ കണ്ടോ? ഇത് കണ്ടോ? ധൈര്യമായിട്ട് എന്തായാലും കാണാൻ പറ്റുന്ന നല്ല പടമായിരിക്കും. കാരണം ഞാൻ ഉണ്ടാക്കിയ പടം കിഡ്സ് മാത്രം ഉണ്ടാക്കി, അല്ലാതെ ഞങ്ങള് കമ്മിറ്റ് ചെയ്യില്ലല്ലോ. അറിയില്ല. ഇൻസ്റ്റാ ഹീറോ, ഹിറ്റ് മേക്കർ, പാൻ ഇന്ത്യൻ ഹിറ്റ്സ് ഫിലിം ഓൺലി. പിന്നെന്താണ് തെങ്ങേറ്റക്കാരൻ. അപ്പൊ ഒരുപാട് സന്തോഷം സംസാരിക്കാൻ പറ്റിയില്ല. നിങ്ങളോട് സംസാരിക്കുമ്പോൾ എനിക്ക് ആ ഒരു എനർജി കിട്ടുന്നുണ്ട് തിയേറ്ററിൽ പോയിട്ട് ആ സിനിമ കാണാൻ വേണ്ടിയിട്ട്. ഈ കോമഡി ഒന്നും ഇതിൽ കോമഡി എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ കോമഡി ഒന്നും പടത്തിലുള്ളൂ കേട്ടോ. കുറെ പേര് വർഷം കഴിച്ച ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഈ കോമഡി ഒന്നും പടത്തിലില്ലടാ. നമ്മള് വേറെ സീരിയസ് സിനി പുള്ളി ഞാൻ എന്തിനാന്ന് ഒരു അറിഞ്ഞൂടി പടത്തി. ഇവ എന്തിനാണെന്ന് എനിക്ക് പക്ഷെ ഇവന് എനിക്ക് ഞാൻ എന്തിനാണെന്നാണ് അത് ഞങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാം. ഇവനാണ് ആവശ്യമുള്ള ആള് മെയിൻ അല്ലേ? ഈ ദിവസത്തെ ഇന്റർവ്യൂ കഴിയുമ്പോൾ ഇവർ വല്ലാണ്ടൊക്കെ ശരിക്കും. അപ്പൊ എന്തായാലും തിയേറ്ററിൽ വന്ന് സിനിമ കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും നേരാണ്. ഈ സിനിമയോട് കൂടി നിങ്ങളുടെ ജീവിതം മാറും പറയട്ടെ. പാൻ ഇന്ത്യയിലൊക്കെ ഇതിൽ കൂടുതൽ എന്ത് മാറും? നിങ്ങൾ ഇതുവരെ ഒന്നും ഇവിടെ കേരളത്തിലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഒരുപാട് സന്തോഷം. എല്ലാവിധ ആശംസകളും നേരാണ്. ഫസ്റ്റ് പശുവിൽ തന്നെ ഞാനുണ്ടാവും. ഓൾ ദി വേ. പെട്ര, ഇന്ത്യസ് പ്രീമിയം സ്റ്റീൽ ഡോസ്. അഴകിലും ഉറപ്പിലും കാലാതീതം.